ഹലോ ഗൈസ്, നമുക്ക് ഈ ടയർ ഒന്ന് പോളിഷ് ചെയ്തെടുത്താലും അതും കുറഞ്ഞ ചിലവിൽ, അതും വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഹെൽപ്പിനുള്ളത് ടെസ്സ. അപ്പോൾ എങ്ങനെയാണെന്ന് കാണാം. ഫസ്റ്റ് നമ്മളിതേ നോർമലായിട്ടൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകണം. നമ്മളെടുത്തത് ചെറിയൊരു ബൗളാട്ടോ, സ്റ്റീലിൻ്റെ ഒരു ചെറിയ പാത്രം. അതിൽ നമ്മൾ 2 സ്പൂണ് ഡിറ്റർജൻറ്റ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഈ വാഷിങ്ങിനൊക്കെ ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാൻ വേണ്ടി എടുക്കില്ലേ പൊടി, ആ പൊടി കേട്ടോ. അത് 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ 1 സ്പൂണ് സോഡാപ്പൊടി ഇടണം. എന്ന് വെച്ചാൽ ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്നൊക്കെ പറയില്ലേ, അത് 1 സ്പൂണ് ഇതിലേക്ക് ഇടണം. ബേക്കിംഗ് സോഡ, അപ്പക്കാരം എന്നൊക്കെ പറയും, 1 സ്പൂൺ ഇടാം. ഓക്കെ, എന്ന് വെച്ചാൽ ലാക്രോ കാശ് 5 രൂപ ഉള്ളൂ. അപ്പോൾ അത് 1 സ്പൂൺ എടുക്കണം. പിന്നെ 1 സ്പൂണ് ഹാർപ്പിക്ക് എടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കും. കൈ കൊണ്ട് തന്നെ തേക്കട്ടോ. എല്ലായിടത്തും എത്തണേ. നമ്മളിത് തേച്ചിട്ടേ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ നല്ല വെയിലുണ്ട്, അതുകൊണ്ട് 5 മിനിറ്റ് ആയാലും മതി. അപ്പോൾ ഒരു 10 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഇതേപോലെ ഒരു ബ്രഷ് കിട്ടുമോ നോക്കണം. സ്വയമുള്ളൊരു ബ്രഷ് കിട്ടിയാൽ മതി, അല്ലെങ്കിൽ മതി. ഇനി അതുകൊണ്ട് ഇത് നല്ല ഉരച്ച് കൊടുക്കണം. നന്നായിട്ട് ഉരക്കണേ, എന്നാലേ ഈ ഗ്യാപ്പിലുള്ള ഈ ചളികളൊക്കെ പോവുള്ളൂ. സാധാരണ പോവില്ല നമ്മൾ നോർമലായിട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ നല്ല ഉരച്ച് കൊടുക്കണം. വെള്ളം ഒഴിക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളെ റിസൾട്ട്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.